വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി NIOS SSLCയിലെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള ഖോലിബ എ ഹീറോ എന്നുള്ള അധ്യായമാണ് നമുക്കിന്നൊരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. 1973 വസൂരിയിലെ അന്ധത ബാധിച്ച മനുഷ്യനാണ് ഖോലിബ എന്നുള്ള വ്യക്തി. അദ്ദേഹം തൻ്റെ 8ാം വയസ്സിലാണ് അന്ധനാവുന്നത്. അങ്ങനെ അന്ധനായി ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയിലേക്ക്, ഒരു ഭിക്ഷാടനത്തിലേക്കാണ് അദ്ദേഹം പിന്നെ ഇറങ്ങുന്നത്. ജീവിത മാർഗത്തിന് വേണ്ടിയാണ് ഭിക്ഷാടനം ആരംഭിക്കുന്നത്. ആദ്യം സ്വന്തം കൈകൊണ്ട് എങ്ങനെയെങ്കിലും ആളുകളുടെ മുന്നിൽ ജീവിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കാരണം ചൂല് വിൽക്കാൻ ആരംഭിക്കുകയും ആ വിൽപ്പന മുന്നോട്ട് പോകാതായപ്പോൾ വീണ്ടും അദ്ദേഹം ഭിക്ഷാടനത്തിലേക്ക് തന്നെ ഇറങ്ങുകയും ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ നാട്ടിൽ വിട്ട് ഔറംഗാബാദായ സ്വന്തം നാട്ടിൽ നിന്നും അദ്ദേഹം വീണ്ടും മുംബൈയിലേക്ക് യാത്ര ആരംഭിക്കുകയും മുംബൈയിലെ ഒരു തെരുവിൽ ജീവിക്കുകയും ചെയ്യുകയാണ്. ആ ഒരു സമയത്താണ് മുംബൈയിലെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ വീട്ടുകാരനും അവിടുത്തെ ഭാര്യയും ആ ഖോലിബയും മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് അദ്ദേഹം താമസിക്കുന്ന ചേരിയിൽ ജലക്ഷാമം ഉണ്ടാവുകയും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവുകയും അവിടുത്തെ സാധാരണ ജനങ്ങൾ ഒരു കിണർ നിർമ്മിക്കുകയും ചെയ്തു. ഒരു ദിവസം അങ്ങനെ അദ്ദേഹം തൻ്റെ ഭക്ഷണമൊക്കെ റെഡിയാക്കി ഇരിക്കുന്ന സമയത്ത് അവിടെ കിണറ്റിൽ നിന്നും ഒരു കുട്ടിയുടെ ഒച്ച കേൾക്കുകയും ശബ്ദം കേൾക്കുകയും അദ്ദേഹം ആ കുട്ടിയെ രക്ഷപ്പെടുത്തി ഹീറോയാകുന്ന ഒരു കഥാനായകനാകുന്ന കഥയാണ് ഈ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതാണ് ഖോലിബ എ ഹീറോ എന്നുള്ള അധ്യായത്തിന്റെ സാരാംശം, സമ്മറി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അതിനുള്ള ആൻസറുകളും പറയാം. ഈ ഒരു മൂന്നാമത്തെ അധ്യായത്തിന്റെ സമ്മറിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വെൻ ആൻഡ് ഹൗ ഡിഡ് ഖോണ്ടിബ ബിക്കം ബ്ലൈൻഡ്? ഖോണ്ടിബ എങ്ങനെയാണ് അന്ധനാകുന്നത്, എപ്പോഴാണ് അന്ധനാകുന്നത്? അല്ലെ, നമ്മൾ നേരത്തെ അതിന്റെ ഫസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. 1973 സ്മോൾ പോക്സിൽ അന്ധത ബാധിച്ച മനുഷ്യനാണ് ഖോണ്ടിബ. അല്ലെ, അദ്ദേഹത്തിന്റെ 8ാം വയസ്സിലാണ് അദ്ദേഹം അന്ധനാകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഖോണ്ടിബ ഹീറ്റഡ് ബെഗിങ്. അല്ലെ, അദ്ദേഹം ബെഗിങ്ങിനെ വെറുത്തിരുന്നു. ഭിക്ഷാടനത്തോട് അദ്ദേഹം വെറുപ്പ് കാണിച്ചിരുന്നു. അല്ലെ, ബട്ട് ഹി ഹാഡ് ടു ബെഗ്. പക്ഷെ അദ്ദേഹത്തിന് ബെഗ് ചെയ്യേണ്ടതായി വന്നു. അദ്ദേഹത്തിന്റെ സാഹചര്യമാണ് അദ്ദേഹത്തെ ബെഗ് ചെയ്യിപ്പിച്ചത്. അല്ലെ, ഒരിക്കലും അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും ഭിക്ഷാടനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അതുപോലെ തന്നെ വൈ ഡിഡ് ഹി സ്റ്റാർട്ട് ബെഗിങ്? അദ്ദേഹം എങ്ങനെയാണ് ബെഗിങ് ആരംഭിക്കുന്നത്? അദ്ദേഹം ബെഗിങ് ആരംഭിക്കുന്നത് സ്വന്തം നാടായിട്ടുള്ള ഔറംഗാബാദിൽ നിന്നും അദ്ദേഹം മുംബൈയിലേക്ക് മാറി താമസിക്കുകയും അവിടെ മുംബൈയിലെ ആളുകൾക്ക് ഭിക്ഷാടകരോട് കുറച്ച് ദയയുള്ള മനുഷ്യരായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ജീവിതം അവിടെ കഴിച്ചു കൂട്ടുകയും ചെയ്യുകയാണ് അദ്ദേഹം. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഖോണ്ടിബയെ കുറിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അറിയുക? ഖോണ്ടിബ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഹീസ് അലൈവ്. അല്ല, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം ഔറംഗാബാദിൽ നിന്നും മുംബൈയിലേക്ക് യാത്ര പോയതും 1973 ആ കാലഘട്ടത്തിലുണ്ടായ സ്മോൾ പോക്സിൽ അദ്ദേഹത്തിന് അന്ധനായി മാറിയതും അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. കൂടുതൽ അറിയാനും പഠിക്കാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ നമ്മളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക, അഡ്മിഷൻ ഉറപ്പുവരുത്തുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ.